ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് ട്രെയിനിങ് LLP. നമുക്കറിയാം 2025 ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഓരോ ബിസിനസ് ഓണേഴ്സും ചിന്തിക്കുന്ന ഒരു സംഭവമാണ് എനിക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം, ഒരു വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷൻ എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ്. എന്താണ് വിഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ വിഷനിലേക്ക് എത്തിച്ചേരാൻ ഗോളുകൾ നമ്മളെ എങ്ങനെ സഹായിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആദ്യം തന്നെ ഈ ലോകത്തിലെ ഒരു ജീവിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഇതൊരു ഇൻക്രീഡിബിളായ ക്രിയേച്ചറാണ്. ഇതിൻ്റെ പേര് ഹോമിംഗ് പീജിയോൺ എന്നാണ്. ഹോമിംഗ് പീജിയോൺ. ഈ ഹോമിംഗ് പീജിയോണിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനെ നമ്മൾ പിടിച്ച് ഒരു കൂട്ടിലിട്ട് ആ കൂടടച്ച് ആ കൂട് ഒരു കമ്പിളിപ്പുതപ്പ് കൊണ്ട് മൂടി, ശേഷം ഒരു കല്ല് കാർഡ്ബോർഡിനകത്ത് കയറ്റി, അതിനുശേഷം ഒരു ട്രക്കിനകത്ത് കയറ്റി അതിനെ വളരെ ദൂരെ, കിലോമീറ്ററുകൾ, മൈൽസ് ദൂരെ, അതായത് 1000-3000 കിലോമീറ്റർ ദൂരെ കൊണ്ട് വിട്ടതിന് ശേഷം കാർഡ്ബോർഡ് എടുത്ത് നമ്മളുടെ പുതപ്പ് മാറ്റി നമ്മൾ ആ ജീവിയെ പുറത്തെടുത്ത് കഴിഞ്ഞ് അതിനെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഈ ഹോമിംഗ് പീജിയോൺ എന്ന് പറയുന്ന ഈ ടൈപ്പ് പ്രാവ് അത് പുറത്തേക്ക് വന്ന് തലയൊക്കെ കുടഞ്ഞ് ഒന്ന് നോക്കിയിട്ട് അവൻ നേരെ തിരിച്ച് അതിൻ്റെ നെസ്റ്റിലേക്ക്, അതായത് അതിൻ്റെ വീട്ടിലേക്ക് അത് പറന്നു പോകും. അപ്പോൾ ഈ കഴിവുള്ള ഒരേ ഒരു ജീവി ഈ ഭൂലോകത്ത് ഈ ഒരു പീജിയോൺ ടൈപ്പ് മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രെയിനിൽ പ്രീ കോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള ഒരു കഴിവ്. കാരണം അതിന് സ്വന്തം വീട് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും, എത്ര ദൂരെ കൊണ്ടിട്ടാലും. നമുക്കറിയാം, നമ്മളെ വീട്ടിലെ പൂച്ചയോ പട്ടിയോ ഒക്കെ വീട് വിട്ടു പോയാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ പറയുന്ന 3000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് കൽക്കട്ട വരെ ഏതാണ്ട് 2500-3000 കിലോമീറ്ററിനകത്താണുള്ളത്. നമ്മൾ അവിടേക്ക് ഈ ജീവിയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് പറന്ന് തിരികെ നമ്മളുടെ നാട്ടിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ സ്വന്തം വീട്ടിലേക്ക് അത് തിരികെ എത്തുന്നു. അപ്പോൾ ഇതിന് പ്രീ കോഡഡായിട്ട് ബ്രെയിനിൽ അതിനുള്ള കഴിവുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കഴിവുള്ളത് ഹ്യൂമൻ ബീയിങ്സിനാണ്, അതായത് ഈ കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്ക് ഉൾപ്പെടെ. അപ്പോൾ ഈ കഴിവ് ഉള്ള രണ്ടാമത്തെ ക്രിയേച്ചറായ മനുഷ്യന് പക്ഷേ നമുക്കൊരു കുഴപ്പമുണ്ട്. നമുക്ക് പ്രീ കോഡ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. നമുക്ക് വേണ്ടുന്ന ഡെസ്റ്റിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്ത് ആ ഡെസ്റ്റിനേഷന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം, നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് വിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷൻ ഈസ് എ ഡെസ്റ്റിനേഷൻ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഗോൾസ് എന്ന് പറയുന്നത് അതിലേക്കുള്ള റോഡ് മാപ്പുകളാണ്, അതിലേക്കുള്ള വഴികളാണ് ഗോളുകൾ എന്ന് പറയുന്നത്. സോ 2025 നിങ്ങൾ ഗോളുകൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ വിഷൻ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വിഷൻ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഓരോ ബിസിനസ് ഓണേഴ്സിനും ഒരു വലിയ വിഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ വിഷനിലേക്ക് 2025 ചെന്നെത്തേണ്ട വഴികളാണ്, ആ വഴികളാണ് ഗോളുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ പലരും പെട്ടെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതിന് ഞങ്ങൾക്ക് ഓൾറെഡി ഐഡിയാസ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഡ്രീംസ് ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഗോളുകൾ ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്, നിങ്ങളും ഞാനും ഒക്കെ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഏതെങ്കിലും ഫിലിം ആക്ടറിനെ കാണണം, അല്ലെ ആക്ട്രസിനെ കാണണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ടായിരുന്നു, വിഷ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപക്ഷെ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. കാരണം വിഷ് മാത്രമാണത്. വിഷ് എന്ന് പറയുന്നത് പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന കുഞ്ഞാടുകളെ പോലെയാണ്. അവർക്ക് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. അന്നന്നത്തെ ദിവസങ്ങളിലേക്ക് വയറ് നിറയെ ആഹാരം കഴിക്കുക, ഉറങ്ങുക. അപ്പോൾ അങ്ങനെയുള്ള വിഷുകൾ മാത്രം ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. നിങ്ങളുടെ മനസ്സ് ഒരു വാണ്ടറിങ് ഷീപ്പിനെ പോലെ ആയിപ്പോകും. അതുകൊണ്ട് തന്നെ ആ വിഷിനെ നമ്മൾ ഗോളുകളാക്കി, അല്ലെങ്കിൽ ആ വിഷിനെ വിഷനാക്കി മാറ്റുക തന്നെ ചെയ്യണം. അപ്പോൾ ഗോൾസ് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്മാർട്ട് ഗോൾസ് എന്നുള്ളത്. സ്മാർട്ട് ഗോൾസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട് എന്ന് പറയും.
ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായ 3 കാര്യങ്ങളെന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. തീർച്ചയായിട്ടും 2025 നിങ്ങളുടെ സ്ഥാപനത്തിന് എന്താണ് നിങ്ങൾ ടാർഗറ്റ് വെക്കുന്നത്? വളരെ സ്പെസിഫിക്കായ ഒരു എമൗണ്ട് തന്നെ ആയിരിക്കുമല്ലോ അത്. അപ്പോൾ അത് കൃത്യമായി നമ്മൾ കണ്ടെത്തുക, അതിനെ മെഷർ ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നീട് ടൈം ബൗണ്ട്, അത് 2025 ഒരു വർഷത്തിൽ, ആ ഒരു വർഷത്തെ പിന്നീട് 12ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 52ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ ഒരു രീതിയിൽ നമുക്ക് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ടും നമ്മൾ പ്ലാനുകൾ ഉണ്ടാക്കിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷൻ എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷനാണ്, ഗോൾസ് എന്ന് പറയുന്നത് അതിലേക്കുള്ള റോഡ് മാപ്പുകളാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഗോളുകളെക്കുറിച്ച്, അൺറിയലിസ്റ്റിക് ഗോൾസ് എന്ന്. ദർ ആർ നത്തിങ് ലൈക്ക് അൺറിയലിസ്റ്റിക് ഗോൾസ്. അൺറിയലിസ്റ്റിക് ഗോൾസ് എന്നൊരു സംഭവമേ ഇല്ല. നേരെ മറിച്ച് അൺറിയലിസ്റ്റിക് ഡെഡ് ലൈൻസ് ആണ് നമുക്കുള്ളത്. അതായത് 1 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഒരാൾ പറയുന്നു 2025 ഞാനിത് 100 കോടിയാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് നടക്കുന്ന കാര്യമാണോ? 1 കോടിയിൽ നിന്ന് ഒറ്റയടിക്ക് എങ്ങനെ നീ 100 കോടിയിലേക്ക് എത്തും എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയാൻ പോകുന്നത് അതൊരു അൺറിയലിസ്റ്റിക് ഗോൾ അല്ലേ എന്ന്. നേരെ മറിച്ച് അതൊരു അൺറിയലിസ്റ്റിക് ഗോൾ അല്ല. 100 കോടി ആ ബിസിനസ് ഓണർക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും. പക്ഷേ കൊടുത്തിരിക്കുന്ന ടൈം ബൗണ്ട് അല്ലെങ്കിൽ ടൈം ഫ്രെയിം അതൊരു വർഷമാണ്. ചിലപ്പോൾ ആ ഒരു വർഷത്തിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയില്ല. മറിച്ച് 5 വർഷമോ 8 വർഷത്തിലോ ഞാനിത് അച്ചീവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതൊരു റിയലിസ്റ്റിക് ഗോളായി മാറും. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ഗോൾ ഫിക്സ് ചെയ്യുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ഫ്രെയിമും അതിനോട് ചേർത്ത് കൊടുക്കുക. 2025 പോകുന്ന നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഒരു കാര്യമാണ്. ഒരു ചോദ്യം എഴുതി വെക്കുക. അതായത് എൻ്റെ 2025 ടാർഗറ്റ് ഇത്രയാണ്. എങ്ങനെ എനിക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കും? എന്തൊക്കെയാണ് ഇതിനുള്ള വഴികൾ? ഈ ചോദ്യം എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു 20 ആൻസേഴ്സ് അതിനായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. ഈ 20 ആൻസറുകളിൽ ഈ 20 ഉത്തരങ്ങളിൽ ആദ്യത്തെ 5 ഉത്തരങ്ങൾ വളരെ എളുപ്പമായിരിക്കും. പിന്നീട് വരുന്ന മറ്റൊരു 5 ഉത്തരങ്ങൾ കുറച്ച് പ്രയാസമായിരിക്കും, എങ്കിലും നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും. പിന്നെ വരുന്ന മറ്റൊരു 10 ഉത്തരങ്ങൾ എന്ന് പറയുന്നത് വളരെ കഠിനമുള്ളതായിരിക്കും. എങ്കിലും നിങ്ങൾ എഴുതി വെക്കുക ഈ ചോദ്യം: ഹൗ ക്യാൻ ഐ അച്ചീവ് മൈ റവന്യൂ ഫോർ മൈ ബിസിനസ് ഇൻ ഇയർ 2025? ആ എമൗണ്ട് അതിനകത്ത് കൊണ്ടുവരിക. അതിനുശേഷം അതിനുള്ള ആൻസറുകൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ശേഷം ആ ആൻസറുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്യമില്ലാതെ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഇല്ലാതെ നമുക്ക് ബിസിനസ്സിൽ എവിടെയും ചെന്നെത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ വർഷത്തിൽ നിങ്ങൾ കൃത്യമായ ഒബ്ജക്റ്റീവ്സ് എഴുതി തയ്യാറാക്കുക, അതിലേക്ക് വർക്കൗട്ട് ചെയ്യുക. നമ്മളെ വിജയം തേടി വരിക തന്നെ ചെയ്യും. താങ്ക് യു സോ മച്ച്. ബാനർജി ഭാസ്കരൻ.